ഇതാണ് ദശപുഷ്പങ്ങളിലെ ഒരു ഐറ്റം മുക്കൂറ്റി എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് കൊണ്ട് പൊട്ട് തൊടാറുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് മുക്കൂറ്റി പൊട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചെടി പറിച്ചെടുത്തതിന് ശേഷം കടയും അതിൻ്റെ പൂവിൻ്റെ ഭാഗവും കളയണം. എന്നിട്ട് കഴുകിയെടുത്ത് കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ ജ്യൂസ് എടുത്ത് പിഴിഞ്ഞ് മുക്കൂറ്റി പൊട്ടുണ്ടാക്കാം. എങ്ങനെയാണെന്ന് കണ്ടോ. 4-5 മുക്കൂറ്റി പറിച്ചെടുത്ത് കഴുകി വെള്ളം കളഞ്ഞെടുക്കുക. അതിൻ്റെ പൂവിൻ്റെ ഭാഗം മുറിച്ച് കളഞ്ഞാൽ നമുക്ക് കയ്യിലിട്ട് നരടി നന്നായിട്ട് ജ്യൂസ് എടുക്കാൻ പറ്റും. ഞങ്ങൾ ചെറുപ്പത്തിലെ തൊട്ട് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാണിത്. അത് കയ്യിലിട്ട് നന്നായിട്ട് നരടി അതിൻ്റെ പച്ച നിറത്തിലുള്ള ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് എടുത്ത് രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് തൊടും. അറ്റ്ലീസ്റ്റ് 10 ദിവസമെങ്കിലും തൊടണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അമ്മ ടീച്ചറായിട്ട് പോലും രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് തരുമായിരുന്നു. ഇതുപോലെ പിഴിഞ്ഞെടുത്ത ജ്യൂസ് കയ്യിലിട്ട് നന്നായിട്ട് വീണ്ടും തിരുമ്മിയാൽ കോൺസെൻട്രേഷൻ കിട്ടും. കൈയുടെ ചൂട് കൊണ്ട് വെള്ളമൊന്ന് വറ്റി കിട്ടും. അപ്പോൾ നല്ല പച്ച നിറത്തിലുള്ള പൊട്ട് കിട്ടും. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ബയോഫൈറ്റം സെൻസിറ്റീവ എന്നാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി ചെറുപ്പത്തിലേ തുടങ്ങി ചെയ്യണതാണ്. അമ്മ ഇപ്പോഴും ഞങ്ങളോട് പറയും ചെയ്യാൻ. പക്ഷേ ചിലപ്പോഴൊക്കെ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. അമ്മയ്ക്കിപ്പോൾ 96 വയസ്സായി. അമ്മ ടീച്ചറാണ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ രാവിലെ ഇതെല്ലാം ചെയ്തു തരുമായിരുന്നു. ഇത് തൊടിയിച്ചിട്ടേ അമ്മ സ്കൂളിൽ വിടുള്ളൂ. അന്നൊന്നും എന്താ അതിൻ്റെ ഉദ്ദേശം ഗുണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. തൊട്ടിട്ട് പോകാൻ പറയും. ഇപ്പോഴും അവർക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ആരും മെനക്കെടാറില്ല. എന്നാലും അറിയാത്തവരെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ. ഇതാണ് പച്ച നിറത്തിലുള്ള പൊട്ട്. ഇതാണ് മുക്കുറ്റിപ്പൊട്ട്.